എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം. ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം പോർച്ചുഗൽ. പോർച്ചുഗലാണ് ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം. അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം. അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം. മലേറിയ പരാദജീവിയെ കണ്ടെത്തിയത്. മലേറിയ പരാദജീവിയെ കണ്ടെത്തിയത് റൊണാൾഡ് റോസ്. റൊണാൾഡ് റോസ് ആണ് മലേറിയ പരാദജീവിയെ കണ്ടെത്തിയത്. അന്തർദേശീയ വിദ്യാർത്ഥി ദിനം. അന്തർദേശീയ വിദ്യാർത്ഥി ദിനം നവംബർ 17. നവംബർ 17 അന്തർദേശീയ വിദ്യാർത്ഥി ദിനം. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. പ്ലാസ്മയാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത്. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത്. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഫ്രിയോൺ. ഫ്രിയോൺ ആണ് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത്. ഗ്രാമഫോൺ കണ്ടെത്തിയത്. ഗ്രാമഫോൺ കണ്ടെത്തിയത് എഡിസൺ. എഡിസൺ ആണ് ഗ്രാമഫോൺ കണ്ടെത്തിയത്. പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്ന ഉപന്യാസ സമാഹാരം രചിച്ചത്. പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്ന ഉപന്യാസ സമാഹാരം രചിച്ചത് എം ഗോവിന്ദൻ. എം ഗോവിന്ദനാണ് പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്ന ഉപന്യാസ സമാഹാരം രചിച്ചത്. സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായൺ ആണ് സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. 20 ദിന പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. 20 ദിന പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് 20 ദിന പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ നിലവിലുണ്ടായിരുന്ന നമ്പൂതിരി സ്ത്രീകളുടെ ചാരിത്ര വിചാരണ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ നിലവിലുണ്ടായിരുന്ന നമ്പൂതിരി സ്ത്രീകളുടെ ചാരിത്ര വിചാരണ സ്മാർത്ത വിചാരം. സ്മാർത്ത വിചാരമാണ് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ നിലവിലുണ്ടായിരുന്ന നമ്പൂതിരി സ്ത്രീകളുടെ ചാരിത്ര വിചാരണ. മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ്. മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് 36.9 ഡിഗ്രി സെൽഷ്യസ്. 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രൻ. ശുക്രനാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം. കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോട്ടയം. കോട്ടയത്താണ് കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി. പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരള സെറാമിക് ലിമിറ്റഡ് എവിടെയാണ്? കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കുണ്ടറ. കുണ്ടറയിലാണ് കേരള സെറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്?
സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത്? ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത് തൈക്കാടയ്യ. തൈക്കാടയ്യാവാണ് ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത സിനിമ? ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത സിനിമ ആദി ശങ്കരാചാര്യ. ആദി ശങ്കരാചാര്യയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത സിനിമ. ഒരു ഗ്രോസ് എത്ര എണ്ണം? ഒരു ഗ്രോസ് എത്ര എണ്ണമാണ്? 144. ഒരു ഗ്രോസ് 144 എണ്ണമാണ്. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ്. പ്രസിഡന്റാണ് ഗവർണറെ നിയമിക്കുന്നത്. പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിനാണ് പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാടാണ് സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം? കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി. ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം. മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം? മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം പോർബന്ദർ. പോർബന്ദറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. കേരളം ഏത് റെയിൽവേ മേഖലയുടെ ഭാഗമാണ്? കേരളം ഏത് റെയിൽവേ മേഖലയുടെ ഭാഗമാണ്? ദക്ഷിണ റെയിൽവേ. കേരളം ദക്ഷിണ റെയിൽവേ മേഖലയുടെ ഭാഗമാണ്. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം? ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ട. ആര്യഭട്ടയാണ് ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം. റോക്ക് ഗാർഡൻ എവിടെയാണ്? റോക്ക് ഗാർഡൻ എവിടെയാണ്? ചണ്ഡീഗഡ്. ചണ്ഡീഗഡിലാണ് റോക്ക് ഗാർഡൻ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി? ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം? ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം. ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ്? ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് എന്നാണ് ഒക്ടോബർ 11. ഒക്ടോബർ 11-നാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടൽ. അറബിക്കടലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ. ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത്? കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കുട. പാമ്പാക്കുടയാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത്. ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആര്? ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആശാപൂർണദേവി. ആശാപൂർണദേവിയാണ് ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത. പേരാർ എന്നറിയപ്പെടുന്ന നദി?
പേരാർ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പേരാർ എന്നറിയപ്പെടുന്ന നദി. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജനിക്സ്. ക്രയോജനിക്സ് എന്നാണ് വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഭൗതിക വസ്തുക്കളുടെ എന്ത് മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്? ഭൗതിക വസ്തുക്കളുടെ എന്ത് മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്? കമ്പനം. ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിന്റ് ഗ്ലാസ്. ഫ്ലിന്റ് ഗ്ലാസ് ആണ് ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത്? ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി എവറസ്റ്റ്. എവറസ്റ്റ് ആണ് ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു യൂജിനോൾ. യൂജിനോൾ ആണ് ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാൽ. ബചേന്ദ്രി പാലാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത. ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത്? ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത് മാൻഡിൽ. മാൻഡിലാണ് ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത്. ലോക്സഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര്. ലോക്സഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഹൗസ് ഓഫ് പീപ്പിൾ. ഹൗസ് ഓഫ് പീപ്പിൾ എന്നതാണ് ലോക്സഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര്. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ്. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം. പ്രകാശവർഷമാണ് ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ്. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം. ടെക്നീഷ്യമാണ് മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്ത്? ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത്. ഏറ്റവും വലിയ ധമനി. ഏറ്റവും വലിയ ധമനി അയോർട്ട. അയോർട്ടയാണ് ഏറ്റവും വലിയ ധമനി. ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം. ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈഡ്ര. ഹൈഡ്രയാണ് ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യം. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യം ഗ്ലോക്കോമ. ഗ്ലോക്കോമയാണ് കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യം. കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? അസ്റ്റിഗ്മാറ്റിസം. കണ്ണിൻ്റെ അസ്റ്റിഗ്മാറ്റിസം എന്ന ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം. ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1972. 1972 ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ചത്. രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ്? രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ്? ഡെറാഡൂൺ. ഡെറാഡൂണിലാണ് രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1847. 1847 രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം.
ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം തയാലിൻ. തയാലിനാണ് ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം. ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര്. ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കോർബറ്റ് നാഷണൽ പാർക്ക്. കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ് ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ്. ഫോബോസ് ആണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം. ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണ് ഉള്ളത്? ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണുള്ളത്? ചൊവ്വയ്ക്ക്. ചൊവ്വയ്ക്കാണ് ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഉള്ളത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ 4. ജൂലൈ 4 ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര്. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് കൂണിക്കൾച്ചർ. കൂണിക്കൾച്ചർ എന്നാണ് ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര്. ലോക്സഭ ആദ്യമായി സമ്മേളിച്ചത്. ലോക്സഭ ആദ്യമായി സമ്മേളിച്ചത് 1952 മെയ് 13. 1952 മെയ് 13 ലോക്സഭ ആദ്യമായി സമ്മേളിച്ചത്. കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് എന്തിൻ്റെ രൂപാന്തരണമാണ്? കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് എന്തിൻ്റെ രൂപാന്തരണമാണ്? രോമം. രോമത്തിന്റെ രൂപാന്തരണമാണ് കാണ്ടാമൃഗത്തിന്റെ കൊമ്പ്. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത്. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെ. പൂനെയാണ് കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത്. പൈറോലുസൈറ്റ് ഏതിൻ്റെ അയിരാണ്? പൈറോലുസൈറ്റ് ഏതിൻ്റെ അയിരാണ്? മാംഗനീസ്. മാംഗനീസിൻ്റെ അയിരാണ് പൈറോലുസൈറ്റ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സുജാത മനോഹർ. ജസ്റ്റിസ് സുജാത മനോഹറാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം 1973. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത്. ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? 89%. ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിന്റെ 89% ഓക്സിജൻ. കുമ്മായത്തിന്റെ രാസനാമം. കുമ്മായത്തിന്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നതാണ് കുമ്മായത്തിന്റെ രാസനാമം. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? 24. 24 ക്യാരറ്റാണ് ശുദ്ധമായ സ്വർണം. ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത്. ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് പാർവതി നെന്മിനിമംഗലം. പാർവതി നെന്മിനിമംഗലമാണ് ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത്. കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിൻ. ക്ലോറിനാണ് കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത്.
കടുക്ക, താന്നിക്ക, നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേര്. കടുക്ക, താന്നിക്ക, നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേര് ത്രിഫല. ത്രിഫല എന്നതാണ് കടുക്ക, താന്നിക്ക, നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേര്. ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി. ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ. ബാലാമണിയമ്മയാണ് സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത. ഗരീബി ഹഠാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. ഗരീബി ഹഠാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ഗരീബി ഹഠാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ദേശീയ മൃഗം. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ദേശീയ മൃഗം ആയിരുന്നത് സിംഹം. സിംഹമായിരുന്നു കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ദേശീയ മൃഗമായിരുന്നത്. കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉദ്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉദ്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ് കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉദ്ഭവം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അലി സഹോദരന്മാർ. അലി സഹോദരന്മാരായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മയോഗ്ലോബിൻ. മയോഗ്ലോബിനാണ് പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു. റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത്. റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് മുട്ട. മുട്ടയാണ് റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത്. ഗോവ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷ. ഗോവ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷ കൊങ്കണി. കൊങ്കണിയാണ് ഗോവ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷ. ഭാഗ്യനഗർ ഇപ്പോൾ അറിയപ്പെടുന്ന പേര്. ഭാഗ്യനഗർ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഹൈദരാബാദ്. ഹൈദരാബാദാണ് ഭാഗ്യനഗർ ഇപ്പോൾ അറിയപ്പെടുന്ന പേര്. അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത്. അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത് ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചിയാണ് അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത്. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം 1986. 1986 ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയത്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ആയിരുന്നു സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണം. ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണമാകുന്നത് അപവർത്തനം. അപവർത്തനം മൂലമാണ് ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണപ്പെടുന്നത്. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ്. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസാണ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ്. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്? എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്? 5ാമത്തെ. 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയതാരാണ്? രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് കാളിദാസൻ. കാളിദാസനാണ് രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത്. അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം. അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മെസോസ്ഫിയർ. മെസോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം.
ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.